ഇനി 2 ആഴ്ചക്കാലം കൂടിയേ ജീവിക്കൂ, തൻ്റെ ഇണ ഇനി 2 ആഴ്ചക്കാലം കൂടിയേ ജീവിക്കൂ എന്ന് ഒരു ഡോക്ടർ ടീച്ചറോടാണ് പറയുന്നത്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കേട്ടത്? എന്തായിരുന്നു അപ്പോഴത്തെ മാനസികാവസ്ഥ? എന്നെ ആയിരുന്നു ഡോക്ടർ വിളിച്ചിരുന്നത്. കാരണം ഇദ്ദേഹം റൂമിൽ കിടക്കുകയാണ്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അരക്ക് താഴെ തീരെ ചലനമൊന്നുമില്ലാതെ കിടക്കുമ്പോൾ ബൈസ്റ്റാൻഡറായിട്ടുള്ള ആളെ വിളിച്ചു. വൈഫ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു പാലിയേറ്റീവ് പ്രവർത്തകനും വന്നിരുന്നു. അങ്ങനെ റൂമിൽ കയറി എന്നോട് പറഞ്ഞു, അതീവ ഗുരുതരമാണ്, തിരിച്ചു വന്നത് ഇനി നമുക്ക് 2 ആഴ്ചയേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം ആ പറഞ്ഞതിനോടൊപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ ഇതേ വയസ്സുള്ള ആൾ കഴിഞ്ഞ ആഴ്ച ഈ അസുഖം വന്ന് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ്, അതാണ് എനിക്ക് വന്നത്, നിങ്ങൾ പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏത് അമേരിക്ക പോയാലും നിങ്ങൾക്ക് കീമോ മാത്രമേ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു, നോക്കുന്ന ഡോക്ടർ വ്യത്യാസമായിരിക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. കൂടെ ഇരിക്കുന്ന ആൾ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് വെച്ചു, അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്കൊരു പതറലും ഇല്ലാണ്ടെന്നത്. ഞാൻ പറഞ്ഞത്, തീരുമാനിക്കേണ്ടത് അയാളല്ലല്ലോ, അയാൾ ഡോക്ടർ മാത്രമാണ്, തീരുമാനിക്കേണ്ടത് പടച്ചോനാണ്. നമുക്ക് ഇനി എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോയി. ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇവിടുന്ന് മാറ്റണം എന്നുള്ളത്. ഇവരൊന്നും അറിയുന്നില്ല. ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് കോയമ്പത്തൂരുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഡിസ്ചാർജ് എഴുതി തരണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ മുകളിൽ പോയത്. അപ്പോൾ മുകളിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹം അതൊന്നും ഗൗനിക്കാതെ ഇവരെ ഇവിടുന്ന് ഇങ്ങോട്ട് ചലനമില്ലാത്ത ഒരാളെ പിടിച്ചിരുത്തി അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ നട്ടലിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഉമ്മയെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ ഞാൻ വേണമെന്ന് പറഞ്ഞു എന്നെ ഉള്ളിൽ കയറ്റി. അപ്പോൾ 2ാമത്തെ ഇഞ്ചക്ഷനും കൊടുത്തു. 3ാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴേക്ക് ഇവർ എന്ത് ചെയ്തു, വീണു, അബോധാവസ്ഥയിലേക്ക് വീണു. കണ്ണൊക്കെ തള്ളി ഒരു ചലനമില്ലാത്ത അവസ്ഥയിലായി. ഡ്യൂട്ടി ഡോക്ടർ എന്നെ ഓടാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് ട്യൂമർ തലക്കൊക്കെ ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ചധികമാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പതറിയിട്ടില്ല. എല്ലാം പടച്ചവനിൽ തവക്കൽ ചെയ്തു. നമുക്ക് ഏറ്റവും നല്ല ഡോക്ടറെ അടുത്ത് പോകാമെന്നുള്ളൊരു ചർച്ചയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ISMൻ്റെ സജീവ എല്ലാ പ്രവർത്തകരും എൻ്റെ കുടുംബക്കാരെല്ലാവരും രാത്രി ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. രാത്രി 3 മണിക്ക് തന്നെ അമൃതയിലേക്ക് ഡിസ്ചാർജ് വാങ്ങിച്ചതാണ്. കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രയാസം പോലും സഹിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു തലമുറ എന്നല്ല, എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയൊക്കെ ചെറിയൊരു വിഷയത്തെപ്പോലും സഹിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്കാണ് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു നെറ്റ് തീർന്നു പോകുന്നതോ ഫോണിൽ ചാർജ് ഇല്ലാതായി പോകുന്നതോ പോലും അസഹ്യമായി തീരുന്നു നമ്മുടെ മക്കൾക്ക്. ആ ഒരു അവസ്ഥയിലാണ് നമുക്കൊരു ആലോചിക്കുന്നത്. നമ്മുടെ ഒരു ജീവിതത്തെ മൊത്തത്തിൽ തച്ചു തകർത്ത് കളയാവുന്ന ഒരു വലിയ പ്രതിസന്ധിയെയാണ് ഞാൻ ഏറ്റവും ചുരുക്കിയാണ് പ്രതിസന്ധി എന്ന് വാക്കുപയോഗിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയാണ് നിങ്ങൾ 2 പേരും ചേർന്നുകൊണ്ട് നേരിട്ടത്. എന്തായിരുന്നു അതിന് കരുത്ത് പകർന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ മറുപടി പറയാനുണ്ടാവും. ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം നമ്മളുടെ സമയവും കൂടി പരിഗണിച്ച് പറയാണ്. എൻ്റെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുമ്പ് വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെഡിസിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ വലിയ ഭീതിയോടുകൂടി കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലും ഇനിയും പൂക്കുന്ന ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു, അള്ളാഹുവാണ് നമുക്കത് നൽകുന്നത്, പരീക്ഷണമാണ്. അത് നമ്മൾ സഹിക്കേണ്ടതാണ് എങ്കിൽ അത് സഹിക്കാനുള്ള കരുത്ത് കൂടി പടച്ചവൻ തരും എന്നുള്ളതാണ്.
ആ നിലക്കാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്ന സമയം തന്നെ ഒരു ഉംറ യാത്രക്ക് അവസരം കിട്ടിയത്. അത് കേവലമായൊരു യാത്രയല്ല. അൽമനാർ ഹജ്ജ് സെല്ലിൻ്റെ അമീറായിട്ട് ഒരു 10-30ഓളം ആളുകൾ ഉള്ള ഒരു സംഘത്തിൻ്റെ അമീറായിട്ട് പോകാനുള്ള അവസരമാണ് കിട്ടിയത്. അമീറായിട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആയുധം നാവാണ്. അവരോട് സംസാരിക്കണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കണം, ചെയ്തു കൊടുക്കണം. നാവിന് കുഴപ്പമില്ലെങ്കിലും തൊണ്ടയിൽ രൂപപ്പെട്ട വലിയൊരു മുഴ, അതോടൊപ്പം തന്നെ അസഹ്യമായ വേദന, ഇത് രണ്ടും സംസാരിക്കുവാനുള്ള ശേഷി വരെ ഇല്ലാതാക്കി കളഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് പടച്ച തമ്പുരാൻ എല്ലാറ്റിൻ്റെയും ഒരു പാരമ്യതയിൽ എന്നെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. സംസാരിക്കാൻ കഴിയാതെ ശബ്ദം നേർത്ത് പോകുന്ന അവസ്ഥയിൽ പോലും ഉഹദും ബദറും മദീനയിലേക്കുള്ള യാത്രയിലുമൊക്കെ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അവസാനം തിരിച്ചു പോരുന്ന സമയത്ത് ശബ്ദമില്ലാതെ നേർത്ത് പോയപ്പോൾ കൂടെയുള്ള കുറേ സഹോദരങ്ങളാണ് പിന്നീട് സഹായത്തിനെത്തിയത്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു മക്കയിൽ നമ്മൾ കേരളീയ ഫുഡൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, പക്ഷേ കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും നന്നായി കഴിക്കുന്ന കഞ്ഞിയാണ് അവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞത് ആ സമയത്ത്. അതേ തൊണ്ടയിലൂടെ ഇറങ്ങുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഒരു പാരമ്യത. വേദനയാണെങ്കിൽ അസഹ്യമായ വേദന, ഉറക്കം നഷ്ടപ്പെട്ട രാവുകൾ, ഹറമിന് ചുറ്റും ഇങ്ങനെ നടക്കുക. ഈ ഒരവസ്ഥയിൽ അള്ളാഹു എന്നെ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ പരീക്ഷണം താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹറമിൽ തവാഫിനിടയിലും നമസ്കാരത്തിൻ്റെ ഇടയിലുമൊക്കെ കിട്ടുന്ന പ്രാർത്ഥനാ വേളകൾ മറ്റൊരു ഉംറയിൽ കിട്ടുന്നതിനേക്കാളും ഭംഗിയായി മനോഹരമായി ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ആ സമയത്തൊക്കെ തുടക്കത്തിൽ ഈ വേദന, നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കുറേ മെഡിസിനുകൾ, ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ പടച്ചോനെ ഈ വേദന ഒന്ന് കുറച്ച് തന്നാൽ ഈ കൂടെയുള്ള ആളുകളെ അവരെ ഒന്നും തിരിച്ച് നാട്ടിലെത്തിക്കാലോ എന്നുള്ള ചിന്തയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ ഈ വേദന കുറയുക എന്നുള്ളതല്ല, കൂടുന്ന സന്ദർഭത്തിൽ പടച്ചോനെ ഈ വേദനയുടെ കാരണം എന്താണ് എന്നത് ഏതെങ്കിലും ഒരു നിലക്ക് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ പാരമ്യതയിലേക്ക് പോകുമ്പോൾ അവസാനം പടച്ചോനെ ഇതിന് എന്ത് വേദനയാണെങ്കിലും ഏത് കാരണം കൊണ്ടാണെങ്കിലും അത് സഹിക്കാനുള്ള ഒരു കരുത്ത് നൽകണേ എന്നതായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും വേദനയും അല്ലാഹുവേ നിൻ്റെ മുമ്പിലാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് സഹിക്കാനുള്ള കരുത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാനസികമായ ഒരു കരുത്ത് ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്ത് പ്രതിസന്ധികളെയും നേരിടാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് കുറേ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് അറിയാം. പല സ്കാനിങ്ങുകളും നമ്മളുടെ കയ്യിൽ ഞരമ്പിൽ മരുന്ന് കുത്തിവെച്ചിട്ടാണ് സ്കാൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സിസ്റ്റർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മരുന്ന് കുത്തിവെക്കും, കടച്ചിലുണ്ടാകും, ആ സമയത്ത് നിങ്ങൾ ശരീരം അളക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങും, പടച്ചോനെ ഹറമിലെ പ്രാർത്ഥന നീ അത് സ്വീകരിക്കണേ റബ്ബേ.
ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പല സന്ദർഭങ്ങളിലും ആ ഒരു കടച്ചിൽ പോയിട്ട് ഒരു നേരിയ വേദന പോലും അനുഭവിക്കാത്ത തരത്തിൽ ഒരു തണുത്ത ദ്രാവകം ഇങ്ങനെ കയറിപ്പോകുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതങ്ങനെ ആവില്ല, നമ്മളെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കരുത്ത് പകർന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം ഈ ഇരിക്കുന്ന ആൾ തന്നെയാണ്. ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത്, കൂട്ടിയിരുപ്പുകാരെന്ന് പറഞ്ഞാൽ, അത് ഏറ്റവും നല്ലത്. ഞങ്ങൾ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, കൂട്ടിയിരിക്കുന്നത് ഭർത്താവാണ് രോഗിയെങ്കിൽ ഭാര്യ തന്നെ ഇരിക്കണം, ഭാര്യയാണ് രോഗിയെങ്കിൽ ഭർത്താവ് തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. അതിന് വേറെ കുറേ മാനങ്ങളുണ്ട്. അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ നമ്മളെയും കൂടി സങ്കടപ്പെടുത്തുന്ന ആളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ ഒരു നിമിഷം പോലും സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ വേദനിക്കുകയോ കണ്ണീരൊലിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ബൈസ്റ്റാൻഡറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അതൊരു വലിയ കരുത്താണ്. പലപ്പോഴും ഒരുപാട് ഫോൺ കോളുകൾ ഇങ്ങോട്ട് വരുന്ന സന്ദർഭം എനിക്ക് അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ കഴിയില്ല. തിരിച്ച് സംസാരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംഗതികളും വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു സംഗതി, ഈ സന്ദർശകരായ ആളുകൾ പലപ്പോഴും അവരുടെ ഒരു മനഃശാസ്ത്രമുണ്ട്. അവർക്ക് നമ്മളിപ്പോൾ ഒരു രോഗിയെ, നമുക്കും അങ്ങനെ ഉണ്ടാവും, ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു സങ്കടം നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അത് പാടില്ല എന്നുള്ളതാണ്. രോഗിയെയും കൂടെ ഇരിക്കുന്ന ആളുകളെയും സന്തോഷിപ്പിക്കുന്ന സന്ദർശനങ്ങളാണ് നമ്മൾ നടത്തേണ്ടുന്നത്. പലപ്പോഴും നമ്മൾ ഫോൺ ചെയ്യുന്ന ആളുകളാണെങ്കിലും കാണാൻ വരുന്ന ആളുകളാണെങ്കിലും നെഗറ്റീവാണ് സംസാരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഫോൺ കട്ട് ചെയ്യും, അല്ലെങ്കിൽ വിഷയങ്ങൾ മാറ്റും. അങ്ങനെ നമ്മൾ എന്തായിരുന്നാലും ഈ പ്രതിസന്ധിയെ, ലിൻഫോമയെ പ്രതിരോധിക്കണം, അതിനെ അതിജീവിക്കണം എന്നുള്ള, ആരെന്ത് ചെയ്താലും റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ദൃഢനിശ്ചയം കിട്ടിയത് ഇങ്ങനെ കുറേ കരുത്ത് പിന്നിലുള്ളത് കൊണ്ടാണ്.